നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു മോൻ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ച് ഇതാക്കിയെന്ന് പറയുമ്പോൾ ഇത് തക്കതായിട്ടുള്ളൊരു റീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പറയണതിലെല്ലാം വേറെ വേറെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകളാണ് വരുന്നത്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. രക്ഷിതാക്കൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നൊരു കുട്ടി സിനാൻ എന്നൊരു 15 വയസ്സുള്ള കുട്ടിയാണ്. ഒരു പക്ഷേ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ കുട്ടിയുടെ മുഖം ഓർമ്മയുണ്ടാവും. ഈ കുട്ടി 2025 ഈ കുട്ടി മരണപ്പെട്ടത്. ഈ കുട്ടി മരണപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പഠിക്കുന്നൊരു ഹോസ്റ്റലുണ്ട്, അതായത് കോഴിക്കോട് കൊടിയത്തൂരിലുള്ള ബുഖാരി ഇസ്ലാമിക് സ്റ്റഡി സെൻറ്ററിലാണ് ഈ കുട്ടി മത കോഴ്സ് പഠിക്കുകയാണ്, മുത്തഅല്ലിമാണ്. അങ്ങനെ ആ പഠിക്കുന്ന കുട്ടി അവിടെ ഒരു മഴയുള്ളൊരു സമയത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു മാലിന്യക്കുഴിയിൽ വീണു എന്നുള്ളതാണ് ഹോസ്റ്റൽ അധികൃതർ, ഉസ്താദുമാർ ഇവരോട് കുടുംബത്തിനെ അറിയിച്ചത്. ആലുവയിലാണ് ഈ കുട്ടിയുടെ വീട്. ഷിയാസ് എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് ഈ സിനാൻ. അങ്ങനെ ഈ കുട്ടി കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ ഈ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നൊരു കാര്യം കുട്ടി കളിക്കണ സമയത്ത് ഈ ഒരു മാലിന്യക്കുഴിയിൽ വീണു. ആ മാലിന്യക്കുഴിയിൽ വീണത് കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നൊരു കാര്യം ഈ കുടുംബത്തിനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം 10-25ഓളം മുറിവുകൾ, ചതവുകൾ, ശരീരമാസകലം കയറുകൊണ്ട് വരിഞ്ഞ പോലെയുള്ള പാടുകൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു കളിക്കുന്നൊരു കുട്ടി ഒരു മാലിന്യക്കുഴിയിൽ വീണാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ ചോദ്യം. എന്നാൽ കൃത്യമായൊരു മറുപടി സ്ഥാപന അധികൃതരോ ഉസ്താദുമാരോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഇവർ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഈ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോവുക. കാരണം ഈ ഒരു കുടുംബത്തിന് ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണം. കാരണം ഈ ഉമ്മ പറയുന്നത് എൻ്റെ കുട്ടി അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയല്ല, അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയല്ല. മറ്റൊന്നൊരു മഴയത്ത് എന്തിനാണ് ഈ കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ സ്ഥാപന അധികൃതർ തയ്യാറായത്? ആ ഉമ്മ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്കൂ. നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു മോൻ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ച് ഇതാക്കിയെന്ന് പറയുമ്പോൾ ഇത് തക്കതായിട്ടുള്ളൊരു റീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പറയണതിലെല്ലാം വേറെ വേറെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകളാണ് വരുന്നത്. പോലീസാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഫോറൻസിക് റിപ്പോർട്ടൊന്നും കിട്ടാതെ തന്നെയാണ് നമ്മുടെ ഈ ക്ലോസ് ചെയ്തേക്കണത്. കുട്ടിയുടെ ശരീരത്തിൽ ഒരു ഒരച്ചിൽ മാത്രമാണ് പറഞ്ഞത്. ഈ ഭാഗത്ത് മാത്രം ഒരു ചെറിയ ഒരച്ചിൽ മാത്രമേ ഉള്ളൂ. കൊച്ചിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും കിട്ടിയേക്കണമെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ ശരീരത്തിൽ ഒരുപാട് 10-25ഓളം പാടുകളുണ്ട്, ഞെക്കിപ്പിടിച്ച പാടുകളുണ്ട്. ഈവൻ കയറുകൊണ്ട് വരഞ്ഞ പോലെ രീതിയിൽ 2 ഷോൾഡർ ചേർത്തിട്ട് ചെറുവിരലിൻ്റെ ഇവിടെ നിന്ന് തൊലി പോയേക്കണത്. അങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് അതിനകത്ത് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരിക്കലും അത് നോർമലാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ശരിക്കും ഫുട്ബോൾ കളിക്കിടയിൽ വീണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ശരിക്കും മോൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയല്ല, ഒട്ടും ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. കാരണം വെച്ചാൽ അന്നത്തെ ദിവസം നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. ആ മഴയുള്ള ദിവസത്തിൽ മക്കളെ ഫുട്ബോൾ കളിക്കാൻ വിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം. നമ്മളോട് പറയണ കാര്യങ്ങൾക്കൊന്നും വ്യക്തതയില്ല. ഞങ്ങളുടെ മോൻ എന്തായാലും പോയി, അത് ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയുമില്ല. എന്നാലും എന്താണ് അവന് സംഭവിച്ചതെന്ന് നമുക്കറിയണം. നാളെ ഇതുപോലൊരു മക്കൾക്കും സംഭവിക്കാനും പാടില്ല. നമ്മൾ നമ്മുടെ മക്കളെ നമ്മളെക്കാൾ നന്നായിട്ട് നോക്കുന്നു ആഗ്രഹിച്ചിട്ടും നല്ല മതപരമായിട്ട് അറിവുള്ള ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുമാണ് ഇത്തരത്തിലുള്ള കലാലയങ്ങളിൽ കൊണ്ടിട്ട് ചേർക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വാർത്ത, ഒരു ഉത്തരവാദിത്വം അവിടെ ഇല്ല. അവരങ്ങനെ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല. ഒന്നുകിൽ മുതിർന്ന കുട്ടികൾ താഴെ കുട്ടികളെ ഉപദ്രവിച്ച കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ, ഇതുപോലെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മയൊക്കെയാണ് ഇത്തരം സ്ഥാപനങ്ങളെന്ന് കേൾക്കാം. മുക്കം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. പോലീസ് പറയുന്നത് ഇതിൽ അസ്വാഭാവികതൊന്നുമില്ല, കുട്ടിയിൽ അതിൽ വീണ് മരണപ്പെട്ടു എന്നാണ്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ചതവുകളും മുറിവുകളും വരുമ്പോൾ ഇവർക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഉത്തരം. കാരണം ഉമ്മാർക്കില്ല അതിൻ്റെ വേദന ഉണ്ടാവുള്ളൂ, വാപ്പാർക്കില്ലേ വേദന ഉണ്ടാവുള്ളൂ, നാട്ടുകാർക്ക് ഇപ്പം എന്താണ്? അപ്പോൾ നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്തായാലും ഈ ഉമ്മയുടെയും ഉപ്പയുടെയും സങ്കടങ്ങൾ മാറണം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇവർ അവിടുത്തെ ആലുവ MLA അൻവർ സാദാത്തിനും മറ്റൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പല കേസുകളും ഇതുപോലെ പണമുള്ളവരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലമുള്ളവരുടെയും ഒക്കെ ഇതിൽ എന്താ പറയുക അന്വേഷിച്ചിട്ടൊന്നും കിട്ടാതെ പോലുണ്ട്. അതെല്ലാ വിഭാഗത്തിനും ആളുകളുടെയും കയ്യിൽ ഉണ്ടാവലുണ്ട്. അത്തരം ഒരവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടാവരുത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ കുട്ടിയുടെ മരണം. നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏതൊരു ഉസ്താദ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് ഈ കുട്ടി ജീവന് വേണ്ടി മല്ലിടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ നമ്മുടെ വിസാൽ മീഡിയയിൽ നമ്മൾ ഈ കുട്ടിയുടെ വിഷയം ചെയ്തിരുന്നു. ഈ കുട്ടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കേട്ടൊരു വാർത്ത, കുട്ടി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നുള്ളതാണ്. സിനാൻ എത്ര കൊതിച്ചു പോയൊരു കുട്ടിയായിരിക്കില്ലേ. ഒരു വലിയ മുത്തഅല്ലിമായി നല്ല പഠിച്ച് നല്ലൊരു ഉസ്താദായിട്ട് മാറണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ വീട്ടുകാരും മറ്റും
ഈ കൊടിയത്തൂരിലെ ഈ സ്ഥാപനത്തിൻ്റെ അധികൃതരെ കൊണ്ട് ആക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെയൊരു അപകടം നടക്കുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായൊരു മറുപടി ആ വീട്ടുകാർക്ക് കിട്ടണമല്ലോ. അത് സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിക്കുന്നൊരു നീതിയല്ലേ. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുടെ പല മക്കളും ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പോൾ അതൊരു കുട്ടി ബ്രില്യൻ്റ്, എൻ്റെ മോള് ബ്രില്യൻറ്റിൽ കഴിഞ്ഞ വർഷം ജെയ്ക്ക് പഠിച്ചിരുന്നു. അവിടുന്ന് ഒരു കുട്ടി നീറ്റ് എക്സാം എഴുതുന്ന ഒരു കുട്ടി ഇതുപോലെ സ്വയം, ഇതുപോലെയല്ല, അവിടെ ഒരു കുട്ടി മരണപ്പെട്ടു. അത് സ്വയം ജീവനൊടുക്കിയതാണ്. അപ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാനുള്ള കാരണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കലാസ്ഥാപനത്തിനെതിരെ ഒരുപാട് പരാതികൾ വന്നു. ആ പരാതികളൊന്നും കഴിവില്ല. കാരണം അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മുടെ ഫോൺ പിടിച്ചു വെക്കും. നമുക്ക് ഫോൺ ഇത്ര സമയത്തേ തരുള്ളൂ. 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഫോൺ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാൻ തരുള്ളൂ. പിന്നെ സ്മാർട്ട് ഫോൺ സമ്മതിക്കില്ല. പിന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ അത്രയും നിയമങ്ങളൊക്കെ അംഗീകരിച്ചിട്ടാണ് ആ ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ടും അല്ലാത്തൊരു കാര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു ആൻസർ കിട്ടണമല്ലോ. എങ്ങനെയാണ് ഇത്രയും മുറിവുണ്ടായത്, മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് രക്ഷിതാക്കൾക്ക് അറിയണം. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് വേറെ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കൊന്നും വേണ്ട. നമ്മുടെ മക്കൾക്കാണ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നാട്ടുകാരുടെ വിഷയത്തിൽ അതിപ്പോൾ എന്താ ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, അതിപ്പോൾ ഉസ്താദ്മാർ നുണ അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഉമ്മാർ നുണ അറിയില്ലല്ലോ. നമ്മൾ ആരെയും നുണ പറയണോ സത്യം പറയണോ എന്നുള്ളതല്ല. ഈ മകൻ ഇന്ന് ജീവനോടെ ഇല്ല. ഈ മകൻ്റെ ഉമ്മാക്കും വാപ്പാക്കും കൃത്യമായുള്ള ആൻസർ കിട്ടണം. എന്താണ് എൻ്റെ മോൾക്ക് സംഭവിച്ചിട്ടുള്ളത്? ആ ആൻസർ അവർക്ക് തൃപ്തരല്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്ന ഇത്രയധികം മുറിവുകൾ ആ കുട്ടിയുടെ മേത്തുണ്ട് എന്നുള്ളതാണ്. അതിന് മറുപടി കിട്ടണം. 2025 ഒക്ടോബർ 20 ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്ക് ഓർമ്മയുണ്ടാവും. അതിൽ നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹു ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അത് കൃത്യമായിട്ട് സത്യസന്ധമായൊരു വിവരം പോലീസിന്, ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിലുണ്ടാവണം. പിന്നെ നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അന്വേഷിക്കുക. എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് സഹവിദ്യാർത്ഥികളിൽ നിന്നോ സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്ന മറ്റാരുകളിൽ നിന്നോ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കാനും അതിനൊരു പരിഹാരം കാണാനും നമ്മൾ ശ്രമിക്കുക. അല്ലാതെ നമ്മളവരെ അങ്ങോട്ട് തന്നെ പൊക്കോ, നീ അവിടെ നിന്നിട്ട് നന്നായിട്ട് വായോ എന്ന് പറഞ്ഞ് വിടുമ്പോൾ ഇവർക്കൊരു പറയാനൊരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ മറ്റോ എന്നുള്ളതൊന്നും വീട്ടുകാർ അറിയില്ല. അതൊക്കെ നമ്മൾ നന്നായിട്ട് സംസാരിച്ച മക്കളോട് നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കതിനൊരു മറുപടി കിട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് ആ കുട്ടികളെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊരു വലിയ സങ്കടം തോന്നി. ഇങ്ങനെ ഒരു ചിലപ്പോൾ ആ കുട്ടി ആക്സിഡൻ്റലി ആ കുഴിയിൽ വീണതായിരിക്കാം, വീഴ്ച സംഭവിക്കുമ്പോൾ സംഭവിച്ച മുറിവുകളായിരിക്കാം. എന്തായാലും അത് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. നമ്മൾ ആരെയും എന്ത് ചെയ്യേണ്ട, സ്ഥാപനത്തിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കൾ സംശയിക്കുന്നവർ അവരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. സത്യാവസ്ഥ എന്താണെങ്കിലും അത് പുറത്ത് വരട്ടെ.